നമ്മുടെ ചോദ്യം എന്താ നോക്കാം. ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് മാപ്സും അതേപോലെ തന്നെ ഗ്ലോബും തമ്മിൽ പ്രധാനപ്പെട്ട വ്യത്യാസമാണ്. അപ്പോൾ നിങ്ങൾ കാണാം സം ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് ഗ്ലോബ്സ് ആൻഡ് മാപ്സ്. സം ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് ഗ്ലോബ്സ് ആൻഡ് മാപ്സ് ആർ ഗിവൻ ബിലോ. ക്ലാസിഫൈ ദ ലിസ്റ്റ് ദം ആസ് ഫീച്ചേഴ്സ് ഓഫ് ഗ്ലോബ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് മാപ്സ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് കുറച്ച് പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സ് അവിടെ തരാം. കുറച്ച് ഇമ്പോർട്ടന്റ് കുറച്ച് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ ഗ്ലോബിന്റെയും അതേപോലെ തന്നെ പ്രധാനപ്പെട്ട മാപ്പിന്റെയും നമ്മൾ ചെയ്യണം. അതിൽ സെപ്പറേറ്റ് ചെയ്ത് ചെയ്യണം. നമ്മൾ കണ്ടെത്തി ചെയ്യണം. അപ്പോൾ നിങ്ങൾ നോക്കണം എന്തൊക്കെയാണ് മാപ്പുമായി ബന്ധപ്പെട്ട് ഗൂഗിളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഗ്ലോബുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് എഴുതുന്നത്. നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് നോക്കാം. ഇതിൽ ഫസ്റ്റ് വൺ പോയിന്റ് റിയൽ ടൈം മോഡൽ ഓഫ് ദി എർത്ത് ആണ്. റിയൽ ടൈം മോഡൽ ഓഫ് ദി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഭൂമിയുടെ യഥാർത്ഥ മാതൃക. അപ്പോൾ നമുക്ക് എല്ലാവരും അറിയാം അത് തന്നെയാണ്, അത് ഗ്ലോബ് തന്നെയാണ്. ഗ്ലോബ് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ചെയ്യുന്ന കൊടുക്കാം ഗ്ലോബ് എന്നാണ്. അതുപോലെ നമുക്ക് 2 ഡയമെൻഷണൽ ഇമേജ് ഓഫ് ദി എർത്ത് ആണ്. ഈ പറഞ്ഞ ദ്വിമാന ദൃശ്യം അല്ലേ, ഈ പറഞ്ഞ ഭൂമിയുടെ ദ്വിമാന ദൃശ്യമാണ്. അതെന്താണ് മാപ്പാണ്, അത് മാപ്പാണ്. അതേപോലെ തന്നെ അത് പറയാം ഭൂമിയുടെ ഗോളാകൃതിയിലുള്ള ചിത്രീകരണമാണ്. ഈ പറയുന്ന സ്ഫെറിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ദി എർത്ത് അതിന്റെ എന്താണ് ഈ പറഞ്ഞ ഗ്ലോബാണ് അല്ലേ, ഗ്ലോബാണ്. അപ്പോൾ ഇത്തരത്തിലേക്ക് ഓരോന്നും പോയിന്റ് നമ്മൾ ഓരോന്നും ഈ പറഞ്ഞ ഗ്ലോബായിട്ടും അതേപോലെ മാപ്പായിട്ടും ചെയ്യണം. നമ്മൾ എഴുതണം. അങ്ങനത്തെ ചോദ്യങ്ങൾ വരും. അപ്പോൾ നമുക്ക് ഈ ഗ്ലോബിന്റെയും മാപ്പിന്റെയും പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് നമുക്ക് പഠിക്കാം. എന്തൊക്കെയാണ് ഈ ഗ്ലോബ് അതേപോലെ തന്നെ മാപ്പിന്റെയും പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആണ് ആദ്യം തന്നെ പറയാൻ പോകുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഗ്ലോബ് മാപ്പ് ഇതൊക്കെ നമ്മൾ വ്യത്യാസം എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഗ്ലോബാണ്. അപ്പോൾ ഗ്ലോബ് എന്ന് പറഞ്ഞാൽ എല്ലാവരും മനസ്സിലേക്ക് ചെയ്യണം ഗ്ലോബ് തന്നെ. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ പ്രധാനപ്പെട്ട ഗ്ലോബ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഭൂമിയുടെ ഈ പറഞ്ഞ യഥാർത്ഥ രൂപമാണ് ഇത് ഗ്ലോബ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ നോക്കിയാൽ എ റിയൽ മോഡൽ ഓഫ് ദി എർത്ത് അല്ലേ, ഈ പറഞ്ഞ ഭൂമിയുടെ യഥാർത്ഥ മാതൃകയാണ് ഇത് ഗ്ലോബ് എന്ന് പറയുന്നത്. ഈ ഗ്ലോബുമായി ബന്ധപ്പെട്ട നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നോക്കി സ്ഫെറിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ദി എർത്ത് അല്ലേ, ഭൂമിയുടെ പ്രധാനപ്പെട്ട ഗോളാകൃതിയിലുള്ള ചിത്രീകരണം അല്ലേ, ആ ഗോളാകൃതിയിലാണ് ഇതിനകത്ത് നോക്കാം പ്രധാനമായിട്ട് പറയുന്ന ഭൂമിയെക്കുറിച്ചുള്ള ഒരു സമഗ്രമായ ദൃശ്യം നമുക്ക് തരുന്നുണ്ട്. ഈ പറഞ്ഞ ഈ ഗ്ലോബ് കാണുന്ന സമയത്ത് തന്നെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഗിവ്സ് എ കോംപ്രഹെൻസീവ് വിഷ്വൽ സെൻസ് ഓഫ് ദി എർത്ത് ആണ്. ഭൂമിയെക്കുറിച്ച് നമുക്ക് ഒരു സമഗ്രമായിട്ടുള്ള രൂപം കിട്ടുന്നുണ്ട്. നിങ്ങൾ നോക്കിയാൽ ഭൂമി എങ്ങനെയാണ് ചരിഞ്ഞിട്ടാണ് ഭൂമിയിൽ ആ ചരിവൊക്കെ നിലനിർത്തിയിട്ടാണ് ഗ്ലോബ് ഉണ്ടാക്കിയിട്ടില്ലേ. ഭൂമിക്ക് ഇതുപോലെ മോഹൻലാൽ പോലെ ജസ്റ്റ് ഒരു ചരിവുണ്ട്, അതിങ്ങനെ ചരിഞ്ഞിട്ടാണ് ഭൂമി ഇതേപോലെ സ്വയം കാണുന്നില്ലേ, അതാണ് റൊട്ടേഷൻ സമയത്ത് ചരിവുണ്ട്. അതേപോലെ തന്നെ സൂര്യൻ ചെയ്യുന്നുണ്ട്, വല വെക്കുന്നുണ്ട്, അതാണ് റവല്യൂഷൻ. ആ സമയത്തൊക്കെ ചെയ്യുന്നുണ്ട് ആ ചരിവ് അല്ലെങ്കിൽ ടിൽറ്റ് ചെയ്യുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗ്ലോബ് ഉണ്ടാക്കുന്ന സമയത്തും ആ ചരിവ് നിലനിർത്തി തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും അത് ഇറ്റ്സ് ഗിവ് എ കോംപ്രഹെൻസീവ് വിഷ്വൽ സെൻസ് ഓഫ് ദി എർത്ത് എന്ന് പറയാൻ പറ്റില്ല. ഈ പറയുന്ന ഭൂമിയെക്കുറിച്ചുള്ള ഒരു സമഗ്രമായ ദൃശ്യബോധം ചെയ്യുന്നുണ്ട്, നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. അത് നമുക്കറിയാം. ഈ നെക്സ്റ്റ് വൺ നിങ്ങൾ നോക്കി രേഖാംശരേഖകൾ അതുപോലെ അർദ്ധവൃത്തങ്ങളായിട്ടും അക്ഷാംശരേഖകൾ കേന്ദ്രീകൃതമായി ചിത്രീകരിച്ചിരിക്കുന്നു. സോ നിങ്ങൾ നോക്കി ലോജിറ്റ്യൂഡ് ലൈൻസ് ആർ ഇല്ലുസ്ട്രേറ്റഡ് ആസ് എ semicircle, latitude lines are illustrated as a concentric circles. അപ്പോൾ മക്കളെ ഞാൻ ഈ പറയുന്ന ഉത്തര വായിക്കുന്ന രേഖകളാണ് നമ്മൾ പറയുന്നത് ലോജിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോജിറ്റ്യൂഡ്സ് അതേപോലെ തന്നെ വിലങ്ങനെ വായിക്കുന്നതാണ് ഇത് ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലോജിറ്റ്യൂഡ്സ് ആണെങ്കിൽ ഇവിടെ പറയുന്നത് ലോജിറ്റ്യൂഡ് ലൈൻസ് ആർ ഇല്ലുസ്ട്രേറ്റഡ് ആസ് എ semicircle. ഈ പറയുന്ന രേഖാംശരേഖകൾ എന്താണ് ഈ സെമി സൈക്കിൾസ് ആയിട്ടാണ് അല്ലെങ്കിൽ അർദ്ധവൃത്തങ്ങളായിട്ടാണ് ചെയ്യുന്നത്, ഇതേപോലെ തന്നെ ചെയ്യുന്നത് വരയ്ക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ലാറ്റിറ്റ്യൂഡ്സ് ആണെങ്കിൽ അത് കേന്ദ്രീകൃത വൃത്തങ്ങളായിട്ടാണ് വരയ്ക്കുന്നത്, അത് കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക മനസ്സിലാക്കുക. ഇനി മക്കൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയുമാണ് ഗ്ലോബുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉള്ളത്. ഒരു 4 പോയിന്റ് മിനിമം 3 പോയിന്റ് നമ്മൾ പഠിച്ചു നോക്കണം. അടുത്തത് നമുക്ക് നോക്കാൻ എന്താണ് പ്രധാനമായിട്ട് ഇതിനകത്ത് വരുന്നത് മാപ്സ് ആണ്. ഈ പറഞ്ഞ ഭൂപടമാണ്. അപ്പോൾ ഭൂപടത്തെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇനി എന്ത് ചെയ്യുന്നത് പറയാൻ പോകുന്നത്. അപ്പോൾ നല്ല നോക്കിയുള്ളൂ എന്താണ് ഈ മാപ്സ് അല്ലെങ്കിൽ ഭൂപടം. അപ്പോൾ ഭൂപടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭൂമിയുടെ പ്രധാനപ്പെട്ട ഭൂമിയുടെ ഒരു ദൃശ്യം നമ്മൾ ഒരു പരന്ന പ്രതലത്തിലേക്ക് ഒരു പ്ലെയിൻ സർഫസിലേക്ക് വരയ്ക്കുന്നതാണ് ശരിക്കും ഈ മാപ്സ് എന്ന് പറയുന്നത്. പ്ലെയിൻ സർഫസിലേക്കാണ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് അതുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പോയിന്റ് നോക്കി 2 ഡയമെൻഷണൽ ഇമേജ് ഓഫ് ദി എർത്ത് ആണ്. ഭൂമിയെക്കുറിച്ചുള്ള ഒരു ദ്വിമാന ദൃശ്യ ചിത്രീകരണം, അതായത് ഒരു ദ്വിമാന ദൃശ്യം ഈ പറഞ്ഞ ദ്വിമാന രൂപത്തിലാണ് ഇത് പ്രധാനമായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ നെക്സ്റ്റ് വൺ നോക്കി representation of the whole world or portion is on a plane surface. അപ്പോൾ നമ്മൾ അടുത്ത നിങ്ങൾ കണ്ടത് പ്രധാനമായിട്ട് ഭൂമിയെ ഭാഗികമായ പൂർണ്ണമായോ ഒരു പരന്ന പ്രതലത്തിലാണ് ചിത്രീകരിച്ചത്. പരന്ന പ്രതലത്തിലാണ് ചിത്രീകരിച്ചത് ഒരു പ്ലെയിൻ സർഫസിലാണ് അല്ലേ. ഭൂമി എന്താണോ ആ ഭൂമിയെ ഒരു പരന്ന പ്രതലത്തിലേക്കാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ നിങ്ങൾ ഇവിടെ തന്നെ നോക്കിയാൽ the latitudes and longitude lines are in a straight line. നിങ്ങൾ നോക്കിയാൽ അക്ഷാംശ രേഖാംശരേഖകൾ നേർരേഖകളായിട്ടാണ് ഉത്തരം നേർരേഖകളായിട്ടാണ് ചെയ്യുന്നത്. അവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ അടുത്ത പോയിന്റ് എല്ലാവരും നോക്കിയുള്ളൂ നിങ്ങൾക്ക് കാണാൻ പറ്റും latitudes and longitudes are illustrated as a straight line. അല്ലേ നേർരേഖകളായിട്ടാണ് ചിത്രീകരിച്ചത്. അക്ഷാംശ രേഖാംശ രേഖകൾ എങ്ങനെയാണ് നേർരേഖകളായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. എല്ലാവരും പറയുന്നത് ഇനി എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി പറ്റുന്നത് ഒരു നിശ്ചിത പ്രദേശത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ അതുപോലെ യാത്രകൾക്കായിട്ടുള്ള വഴികൾ ആസൂത്രണം ചെയ്യുന്നതിന് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. സോ വെരി യൂസ്ഫുൾ ഫോർ collecting information of a specific place and planning for a route for a trip. പ്രധാനമായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് യാത്ര പോകുന്ന സമയത്ത് അതിൽ പ്രധാനമായിട്ട് നമുക്ക് റൂട്ട് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വഴികൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ട് ഇത് ഉപയോഗിക്കുന്നത്.